എല്ലാവർക്കും സ്പൂണും ഫോർക്കും കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ. അതിനാവശ്യമായിട്ട് ഒരു 3/4 കിലോ നാരങ്ങ ഞാൻ ആവിയിൽ വേവിച്ച് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവിയിൽ വേവിച്ച് അതിന്റെ കൂടെ ഒരു 3/4 കിലോ എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ പകുതിയായിട്ട് ഈന്തപ്പഴം, പിന്നെ അതിന് വേണ്ട മുളക് ഒരു 7-8 സ്പൂണുണ്ട്. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി, ഉലുവ, നല്ലെണ്ണയിൽ ഇടുന്നതാണ് നല്ലത്, പൂപ്പിൽ കയറാതെയൊക്കെ ഇരുന്നോളും. പിന്നെ ഇത് കായപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കടുക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പം അതിന് കഴിക്കാതിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് തുടങ്ങാം. എന്നാ അപ്പൊ തീ കത്തിച്ച് നമുക്ക് ആദ്യമേ തന്നെ ഈന്തപ്പഴം ഇതിലേക്ക് ഇടാം. ഈന്തപ്പഴമല്ല, നാരങ്ങ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ, അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഉപ്പ് വേണം. ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വേവിക്കണം. നല്ലപോലെ വേകണം. വെന്ത് ആ ഉപ്പ് അതിലേക്ക് പിടിക്കണം. അതിന് കയ്പ്പ് വരാതിരിക്കാനാണ് ഇങ്ങനെ ചട്ടിക്കകത്ത് നമ്മൾ വേവിക്കുന്നത്. ആദ്യം കുറച്ച് നല്ലപോലെ ആവി വന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് തീ കുറച്ചിടാം. തീ കുറച്ചിട്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. ഇതിനാവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു. നമുക്ക് ഇഞ്ചി ആദ്യമേ വറുത്ത് കോരാം. ഇഞ്ചിക്ക് വെള്ളമുള്ളതുകൊണ്ട് ഇഞ്ചി ആദ്യമേ വറുത്ത് കോരിയിട്ട് വെളുത്തുള്ളി ഇടാം. അതുകൊണ്ടാണ് ഇഞ്ചി ആദ്യമേ ഇട്ടത്. ഇഞ്ചി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടാം. പക്ഷെ ഈ ഇഞ്ചിക്ക് ഇത്തിരി വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഇഞ്ചി ആദ്യമേ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പിന്നെ നമുക്ക് ഇതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കോരിയെടുക്കാം. അപ്പം ചുമന്നാൽ മതി, കരിഞ്ഞു പോകണം. എല്ലാം നല്ലോണം കോരിയെടുത്തില്ലേ. ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും ഇഞ്ചി ചുവന്ന പോലെ ചുവന്ന് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളിയും നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഞ്ചിയുടെ കൂടുതലേക്ക് കൊരിയാം. ഇതുപോലെ കോരിയെടുത്ത് നാരങ്ങ ഒരു 3/4 വേവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ഈന്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴത്തിനും ചെറിയൊരു വേവുണ്ടല്ലോ. അത് പതിയെ വേകട്ടെ. നമുക്കൊരു കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉലുവായും കടുകും കൂടെ ഒന്നിച്ചിടാമെന്നാണ് പറയുന്നത്. ഒരുപോലെ പൊട്ടുമെന്നാണ് പറയുന്നത്. കടുക് നല്ലപോലെ ഇടുന്നു. കടുക് നല്ലപോലെ ഉണ്ട്, അത്രയും നല്ലത്. നമ്മൾ കരിവേപ്പിലിട്ട് കരിവേപ്പിലിനായുള്ള സൗണ്ട് നല്ലപോലെ കുറച്ചിടാം. ശേഷമേ നമുക്ക് മുളക് പൊടി ഇടാൻ പാടുള്ളൂ.
ഒരിക്കലും കൂട്ടി വെക്കില്ല, കരിഞ്ഞു പോവും. മുളക് പൊടിക്ക് നല്ല മൂപ്പുണ്ട്, നല്ല മണം വരും. മുളക് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നല്ല മണം വരുന്നത് വരെ നമ്മൾ ചെറു തീയിൽ മൂപ്പിക്കണം. ആ സമയം നമ്മുടെ അച്ചാറിൻ്റെ നാരങ്ങ വെന്തോന്ന് നോക്കാം. നല്ലൊരു മണം വരും ഈ മുളക് മൂത്ത് കഴിയുമ്പോൾ. പിന്നെ മുളകിന് നല്ല ഒരു കറുപ്പ് നിറവും, അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേനും ചുമന്നിരിക്കും. നല്ലപോലെ മൂത്താലേ അച്ചാറൊക്കെ ആണെങ്കിലും കേടാകാതിരിക്കുള്ളൂ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ചെറു തീയിലായിട്ടിരിക്കുന്നു കേട്ടോ, അല്ലെങ്കിൽ മൂത്ത് പോകും. കുറച്ചിട്ടാൽ മതി, നാരങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടാവുമല്ലോ. അര ഗ്ലാസ് വിനാഗിരി വെച്ചിട്ട് അതുപോലെ നമുക്ക് നല്ല നിറമായി. നമുക്ക് തീ ഓഫാക്കാം. കുറച്ചുകൂടെ ഗ്രേവി ആണെന്ന് എന്തായാലും കഴിച്ചു. നല്ലപോലെ മുളക് നല്ലപോലെ മൂത്ത് ഈ നിറമാകണം. നമ്മൾ ഈ മുളകെല്ലാം ചാലിച്ച് ഒന്ന് തീ ഓഫാക്കിയിട്ട് നമ്മുടെ ഇതിലേക്ക് നാരങ്ങ അച്ചാറിലേക്ക് ചേർക്കുക. വെളുത്തുള്ളി കൂടെ കട്ടി ഇച്ചിരി ചെറുതായിട്ട് നല്ലപോലെ ഇളക്കി മുളകും എല്ലാം നന്നായിട്ട് വരണം. തീ ഓഫാക്കാം. നമുക്ക് ഇളക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. ഈ സമയം ഉപ്പ്, പുളി എല്ലാം നോക്കാം. കുറച്ച് കൂടുതലാണ്, നല്ല പുളിയുണ്ട്. കായപ്പും കൂടി ഇട്ട് നമുക്ക് ഇറക്കാം. കായം നല്ലപോലെ ഇടുന്ന നല്ലത്, വയറിനും നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ സ്വാദിഷ്ടമായ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ റെഡി. നമ്മൾ കല്യാണത്തിനും ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ഇങ്ങനത്തെ അച്ചാറാണ് കിട്ടുന്നത്. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. കല്ലെണ്ണയ്ക്കകത്ത് ഒഴിച്ചുകൊണ്ട് നല്ലപോലെ ഒട്ടും കേടാകത്തില്ല. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു. എൻ്റെ ചാനൽ കാണണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ.